ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിട്ടുള്ളൊരു ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ഇട്ടെന്ന് കാണിക്കുന്നത് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ ഉടുപ്പിൻ്റെ അടിയിലൊക്കെ വെക്കൂലേ ക്യാൻ ലേസ്, ആ ഒരു ലേസില്ലേ അതാട്ട് എടുത്തേക്കണത്. ഇതാ ഒരു സംഭവം. പിന്നെ ഇതുപോലത്തെ സ്റ്റോൺ ലേസ് വേണം. പിന്നെ ഇതേപോലത്തെ ഡോറി ത്രെഡ്, ഗോൾഡൻ ഡോറി ത്രെഡ് ആട്ടോ. പിന്നെ ഇതുപോലത്തെ കമ്പി ഹെയർ ബാൻഡ്. ഈ ഒരു ഡോറിയുടെ ഉള്ളിൽ കൂടെ ഇതിങ്ങനെ കയറ്റി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വലിച്ചിട്ട് ഇതിൽ കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എൻഡ് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ എൻഡിൽ ഈ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ആ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഗ്ലൂ ആണ് യൂസ് ചെയ്തതെന്ന്. ഞാൻ B6000 ആട്ടോ യൂസ് ചെയ്തിരുന്നത്. ഇത് ചാക്കി കൊടുത്തിട്ട് ബീഡ് അതിലിട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു ത്രെഡിൻ്റെ അറ്റം കൂടി ഇവിടെ ഗ്ലൂ ആക്കിയിട്ട് ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചെടുത്താൽ അവിടെ ഒട്ടിക്കോളൂ കേട്ടോ. ബീഡ്സിനോട് ചേർന്നിട്ട് ഇങ്ങനെ പിടിച്ചെടുത്താൽ മതി. കുറച്ചൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ ഒട്ടി നിന്നോളും. അപ്പോൾ അതിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഹെയർ ബാൻഡ് ഇതുപോലെ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യുക. ആ ബോ വേണമെന്നൊന്നുമില്ല. കണ്ടില്ലേ, നല്ല ഹെയർ ബാൻഡാണ്. ഈ ഒരു ലേസ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു ബോ പോലെ ആയില്ലേ. ഇപ്പം അങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും ഇതിങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ തിരിച്ച് കൊടുക്കുക. പിന്നെ ഇങ്ങനെ തിരിച്ച് കൊടുക്കുക. അളവ് നോക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളാ ചെയ്ത വീഡിയോയിൽ ഈ 2 ബോ പോലെ ഉള്ളു ഉണ്ടാവുക കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 4 എണ്ണം ആക്കിയിട്ടാണ് എടുക്കുന്നത്. ആ ഒരു വീഡിയോ 2 ദിവസം കൊണ്ട് തന്നെ ഒരു 4 ദിവസം കൊണ്ട് 2 മില്യണിലധികം വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരുപാട് കമൻറ്റ് വന്നിരുന്നു ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ, ഡീറ്റെയിൽ വീഡിയോ കാണിക്കുമോ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഗ്ലൂ ഏതാണെന്ന് ചോദിച്ചിരുന്നു കേട്ടോ. ഗ്ലൂ ഇതൊക്കെ വെള്ളയാണ് കേട്ടോ. ഈ എഴുത്തിഞ്ഞത് വേറെ ഗ്ലൂ ആണെന്ന് വിചാരിക്കണ്ട, ഞാനത് കളർ ചെയ്തതാണ്. വെറുതെ എന്തെങ്കിലും ചെയ്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പെന്ന് കൊണ്ടൊക്കെ ഒരു കളർ ചെയ്യൽ, മാർക്കർ കൊണ്ട് അങ്ങനെ കളർ ചെയ്തതാ കേട്ടോ. ഇത് വേറെ ഗ്ലൂ ആണെന്ന് വിചാരിക്കണ്ട. അപ്പോൾ അത് ഒന്നുകൂടി കാണിച്ചത് ഇങ്ങനെ മടക്കി, പിന്നെ ഇതാ ഇങ്ങനെ മടക്കി, വീണ്ടും ഇങ്ങനെ മടക്കി 2 എണ്ണം മതിയെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 ഇതെണ്ണം ആക്കുന്നുണ്ട്. അത് 3 എണ്ണം മതിയെങ്കിൽ ഇത്ര ആക്കാം. 4 എണ്ണം വെച്ചിട്ടാണ് ആക്കണം കേട്ടോ. പോയി സൂക്ഷിച്ച് പിടിക്കുക കേട്ടോ. അതൊരു ബലമുള്ള സാധനമാണ്. അങ്ങനെ നല്ല പ്രസ് ചെയ്തിട്ട് പിടിക്കുക, അല്ലെങ്കിൽ ഇതിങ്ങനെ കയ്യിൽ നിന്ന് വിട്ട് പോരുള്ളൂ.
ഇത്ര വലുപ്പം മതി. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് ത്രെഡ് വെച്ചിട്ട് ഇവിടെ ചുറ്റി കൊടുക്കുകയാണ്. അത് 2 ചുറ്റിയിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ചുറ്റി കൊടുക്കുക. നല്ലോണം വലിച്ചു കൊടുക്കുക. നല്ലപോലെ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുള്ളൂ. കുറേ ചുറ്റിയതിൻ്റെ ശേഷം കെട്ടിട്ട് കൊടുത്താൽ മതി. ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിച്ചിട്ടൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ഷേപ്പ് ആക്കി കൊടുക്കുക. അത്യാവശ്യം ചുറ്റണം കേട്ടോ. അത് ബലമുള്ള കാരണം നന്നായിട്ട് തന്നെ ചുറ്റി കൊടുക്കണം. ഈ ചുറ്റി കൊടുത്തതിൻ്റെ ശേഷം നൂല് പൊട്ടിക്കണ്ട കേട്ടോ. ഈ ഹെയർ ബാൻഡിൽ വെച്ചിട്ട് ഞാൻ സെൻറ്ററിലാട്ടോ വെച്ചെടുക്കുന്നത്. മുന്നേ ഉണ്ടാക്കിയത് ഞാനൊരു സൈഡിലാണ് വെച്ചെടുത്തിരുന്നത്. കാണാമല്ലേ, മുന്നേ വെച്ചത് ഞാൻ സൈഡിലാണ് വെച്ചെടുത്തിരുന്നത്. ഞാൻ സെൻറ്ററിലാക്കിയിട്ടാണ് വെക്കുന്നത്. സൈഡിൽ വേണമെങ്കിൽ സൈഡിൽ വെച്ചെടുക്കാം. ഞാനിതിൻ്റെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് വെച്ചെടുത്തിട്ട് ഈ നൂലുകൊണ്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം കേട്ടോ. ഇത് ഒട്ടിച്ചാലൊക്കെ നിൽക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് നൂലുകൊണ്ട് ചുറ്റി കൊടുക്കുന്നത്. നൂലുകൊണ്ട് നന്നായിട്ട് തന്നെ ചുറ്റി കൊടുക്കുക. ഈ ത്രെഡിൽ ഗ്ലൂ തേച്ച് കൊടുക്കുക കേട്ടോ. അതിവിടെ ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ 4 പുറം ഇങ്ങനെ ഗ്ലൂ ആക്കി കൊടുക്കുക കേട്ടോ. ഈ നൂല് ചുറ്റിയതിൻ്റെ ഫുള്ളായിട്ട് ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റോൺ ലേസ് ഉണ്ടല്ലോ, അത് ഇവിടെ മുതൽ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നൂല് കാണുള്ളൂ. അങ്ങനെ വെച്ചിട്ട് ഇത്ര ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഗ്ലൂ തേച്ച ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അത് ഇതുപോലെ ഇങ്ങനെ ഒട്ടിക്കോളും. പിന്നെ ഒന്നും കൂടി ഇത് സെക്യൂർ ആകാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ബ്രോച്ച് ബേസ്, എന്താ അതിന് പറയുക, ബ്രോച്ച് ബേസാ തോന്നുന്നുണ്ട് ഇതിൻ്റെ പേര്. ഇത് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കട്ടെ. ഇതൊന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ അവിടെ സ്റ്റിക്കാവും കേട്ടോ. ഇത് റൗണ്ടായിട്ട് വരുന്നതാണ്. പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതുപോലെ ആക്കിയിട്ട് ഇത് ഗ്ലൂ തേച്ച് കൊടുക്കുക. ഇത് ഇതിൻ്റെ അടിയിൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി വേണമെങ്കിൽ ഇതിലൊക്കെ സ്റ്റോണൊക്കെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ സ്റ്റോണൊന്നും ഒട്ടിച്ച് കൊടുക്കണില്ല. ഇത്രയും മതി. ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.